ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിം സിറ്റിയിലാണ്. ഇവിടെ നിന്നും എനിക്ക് വാഗത്തോർ ബീച്ചിലേക്ക് പോകണം. ഇതാണ് പഞ്ചിം ബസ് സ്റ്റാൻഡ്. ഇവിടെ സാമാന്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്നും വാഗത്തോർ ബീച്ചിലേക്ക് ഏകദേശം 21 കിലോമീറ്റർ ദൂരമുണ്ട്. പഞ്ചിം സിറ്റിയിൽ നിന്ന് വാഗത്തോറിന് ഡയറക്റ്റ് ബസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ദൂരത്തുള്ള മപ്സയ്ക്ക് ബസ് പിടിക്കണം. ബസ് സ്റ്റാൻഡിന് അകത്തു തന്നെയുള്ള ഈ അമ്പലത്തിൽ ഗണേഷ് പൂജ നടക്കുകയാണ്. ഞാൻ ഈ ട്രിപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ സഞ്ചരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഡ്ഗാവിനും വാസ്കോയ്ക്കുമുള്ള ബസ്സുകൾ ഈ ഭാഗത്തു നിന്നുമാണ് പുറപ്പെടുന്നത്. എനിക്കുള്ള ബസ് സ്റ്റാൻഡിൻ്റെ വലത്ത് ഭാഗത്തായിട്ടാണ്. കലങ്കോട്ടിനും ബാഗ ബീച്ചിനുമുള്ള ബസ്സുകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അന്തരീക്ഷം ഒരുവിധം നല്ല ചൂടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിന് സാമാന്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെയാണ് കലങ്കോട്ടിനും ബാഗ ബീച്ചിനുമുള്ള ബസ്സുകളുള്ളത്. അതിനപ്പുറത്തായി മപ്സയ്ക്കുള്ള ബസ്. ആ ട്രാൻസ്പോർട്ട് ബസ് ചിലപ്പോൾ മപ്സയ്ക്കുള്ളതായിരിക്കാൻ വഴിയുണ്ട്. ഈ ബസ് മപ്സയ്ക്കുള്ളതാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഗോവയിൽ ധാരാളം ഇലക്ട്രിക് AC ബസ്സുകളുണ്ട്. കുറഞ്ഞ ചിലവിൽ കംഫർട്ടബിൾ ജേർണി. അഡൽസൈറ്റ് ബ്രിഡ്ജാണ് പഞ്ചിം സിറ്റിയുടെ മുകളിലൂടെ കടന്നു പോകുന്നത്. ഈ പാലത്തിന് ഏകദേശം 5.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ പാലം പഞ്ചിം സിറ്റിയെയും മണ്ടോവി റിവറിനെയും ക്രോസ് ചെയ്ത് കടന്നു പോകുന്നു. മപ്സയ്ക്ക് 20 രൂപയാണ് ബസ് ചാർജ്. ഇതാണ് മണ്ടോവി റിവർ. ദൂരെയായി മണ്ടോവി റിവറിൽ സ്ഥിതി ചെയ്യുന്ന കാസിനോകൾ കാണാം. തലയ്ക്ക് മുകളിലൂടെയാണ് അഡൽസൈറ്റ് ബ്രിഡ്ജ് കടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫില്ലറുകൾ കാണാം. NH-66 പണി നടക്കുന്നതുകൊണ്ട് റൂട്ടിൽ നല്ല ട്രാഫിക് ജാമുണ്ട്. ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾ പൊടിപടലങ്ങളാൽ മൂടി വൃത്തിഹീനമായിരിക്കുന്നു. ഈ ഹൈവേയുടെ പണി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ഒന്ന് വൃത്തിയാവുകയുള്ളൂ. ബസ്സും വളരെ സ്ലോയിലാണ് പോകുന്നത്. വൃക്ഷങ്ങൾ പോലും പൊടിമണ്ണിൽ പൊതിഞ്ഞാണ് നിൽക്കുന്നത്. നോർത്ത് ഗോവൻ ബീച്ചുകളുടെ ഒരു കേന്ദ്രമാണ് മപ്സ എന്ന് പറയാം. മപ്സയിൽ നിന്നും ഏകദേശം എല്ലാ നോർത്ത് ഗോവൻ ബീച്ചിലേക്കും ബസ് സർവീസ് ഉണ്ട്. തിവിയമാണ് മപ്സയ്ക്ക് ഏറ്റവും അടുത്തായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. തിവിയത്തിന് മപ്സയിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ ദൂരമാണുള്ളത്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 52 കിലോമീറ്റർ ദൂരമുണ്ട്. മപ്സ ഗോവയിലെ സാമാന്യം തിരക്കുള്ള ഒരു സിറ്റിയാണ്. മോപ്പ എയർപോർട്ടിലേക്കുള്ള വഴിയും ഇത് തന്നെയാണ്.
മപ്സയിൽ നിന്നും മോപ്പയിലേക്ക് ഇലക്ട്രിക് AC ബസ് സർവീസാണുള്ളത്. 150 രൂപയാണ് ചാർജ്. പഞ്ചം സിറ്റിയിൽ നിന്ന് മോപ്പ എയർപോർട്ടിലേക്ക് ബസ് സർവീസുണ്ട്. 200 രൂപയാണ് ബസ് ചാർജ്. ബസ് ഏകദേശം മപ്സയോട് അടുക്കാറായിരിക്കുന്നു. മപ്സയുടെ പ്രാന്തപ്രദേശങ്ങൾ കണ്ടു തുടങ്ങി. അഞ്ജുന ബീച്ച്, ഷപ്പോറ ഫോർട്ട് ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയാൽ വകത്തോർ ഇറങ്ങാം. ഇതാണ് മപ്സ. ഇത് സാമാന്യം നല്ല തിരക്കുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്നും ബാഗത്തൂറിന് ബസ് പിടിക്കണം. ഷപ്പോറ ഫോർട്ടിലേക്കുള്ള ഒരു ബസ് കിട്ടി. ഇവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് വാഗത്തോർ ബീച്ചിലേക്ക്. ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് ഈ ബസ് കടന്നു പോകുന്നത്. ഗോവയുടെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. മപ്സയിൽ നിന്നും വാഗത്തൂറിന് 30 രൂപയാണ് ബസ് ചാർജ്. കേവലം 50 രൂപ ചെലവിൽ ഞാൻ പഞ്ചിൽ നിന്ന് വാഗത്തോർ എത്തും. പഞ്ചിമിൽ നിന്ന് വാഗത്തോറിന് 1300 രൂപയാണ് ടാക്സി ചാർജ്. ഗോവയിൽ ടാക്സി ചാർജ് അല്പം കൂടുതലാണ്. ഇതാണ് ഗോവയുടെ ഉൾനാടൻ കാഴ്ചകൾ. ബീച്ചുകൾക്ക് മാത്രമല്ല, ഗോവയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾക്കും നല്ല അഴകുണ്ട്. യാത്രയിൽ നാമമാത്രമായ കൃഷിയിടങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അതും കൂടുതൽ തെങ്ങുകളാണ്. ബീച്ചിനോട് അടുക്കും തോറും ഹോട്ടലുകളും റിസോർട്ടുകളും കണ്ടു തുടങ്ങി. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന സ്ഥലമാണ് ഇവിടമെല്ലാം. അഞ്ജുന ബീച്ചും ബാഗത്തോർ ബീച്ചും അടുത്തടുത്തായുള്ള ബീച്ചുകളാണ്. അഞ്ജുന ബീച്ച് റിസോർട്ടുകൾക്ക് പ്രസിദ്ധമാണ്. അങ്ങനെ വകത്തൂർ ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. എനിക്കിവിടെ ഇറങ്ങണം. ഇത് നേരെ ഷപ്പോറയ്ക്ക് പോകുന്ന ബസ്സാണ്. ഇതാണ് വകത്തോർ ജംഗ്ഷൻ. ഇവിടെ നിന്നും 10 മിനിറ്റോളം നടന്നാൽ വാഗത്തോർ ബീച്ചിൽ എത്താം. നല്ല ചൂടുണ്ട്. ഏകദേശം ഉച്ചയോടടുത്ത സമയമായതുകൊണ്ട് റൂട്ടിൽ വലിയ തിരക്കില്ല. റോഡിന് ഇരുവശത്തും സുവനീർ ഷോപ്പുകളുണ്ട്. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു നട്ടുച്ചയ്ക്ക് വാഗത്തോർ ബീച്ച് കാണാൻ വന്ന ആൾ. വഴിയുടെ ഓരം ചേർന്ന് നടന്നാൽ അല്പം തണൽ കിട്ടും.
വഴിയോരത്തെ ഏറ്റവും വലിയ കച്ചവടം വിവിധ തരത്തിലുള്ള തുണികളാണ്. ഈ തുണികൾക്കൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ബീച്ചാണ് ഇത്. നല്ല സൗന്ദര്യമുള്ള ഒരു ബീച്ചാണ്. നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ട്. ഇവിടെ വേറെയും ധാരാളം റിസോർട്ടുകളുണ്ട്. കൊടും ചൂടാണ്. നല്ലപോലെ തളർന്നിരിക്കുന്നു. കയ്യിൽ വെള്ളവും കരുതിയിട്ടില്ല. ഇതാണ് വാഗത്തോർ ബീച്ച്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബീച്ച്. അങ്ങ് താഴെയായി ആളുകളെ കാണാം. വെള്ളക്കസവുള്ള നീല സാരി കൊണ്ട് തീരത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തിരകൾ. മന്ദമാരുതൻ്റെ കുസൃതി കൈകളുടെ ലാളനമേറ്റു പുളയുന്ന കേരവൃക്ഷം. അറബിക്കടലിൻ്റെ സുന്ദരമായൊരു മുഖം. ഇവിടെ ഉഷ്ണമില്ല, ശോകമില്ല, പ്രേമമില്ല, വൈര്യമില്ല. ഈ തീരത്തെ തലോടി ഇനി എന്തെങ്കിലും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറയുന്ന ചെറുതിര പോലെ ഒരു സ്വപ്ന സഞ്ചാരിയായി ഞാൻ നിന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതാണ് വാഗത്തോർ ബീച്ച്.